യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഉപാസനയിൽ നാം ധ്യാനിക്കുന്നത് ദൈവ ശുശ്രൂഷകൻ്റെ 3 സവിശേഷതകൾ എന്ന വിഷയത്തെക്കുറിച്ചാണ്. ദൈവരാജ്യ നിർമ്മിതിയിൽ ആയിരിക്കുന്ന ഏതൊരു വിശ്വാസിക്കും ഉണ്ടായിരിക്കേണ്ട ഏതാനും പ്രധാനപ്പെട്ട സവിശേഷതകളുണ്ട്. ഒന്നാമതായി, ആത്മീയ ജീവിതം ഒരു നിരന്തര യുദ്ധമാണ്, നിരന്തര സമരമാണ് എന്ന ബോധ്യം ഒരു വിശ്വാസിക്കുണ്ടായിരിക്കണം. ഒരു ദൈവ ശുശ്രൂഷകൻ എന്നും പ്രഭാതത്തിൽ അവനോട് തന്നെ പറയണം, ഞാൻ ഒരു ആത്മീയ സമരത്തിലാണ്, ഞാനൊരു ആത്മീയ യുദ്ധത്തിലാണ്. എന്താണ് ആത്മീയ യുദ്ധം? തീർച്ചയായും ദൈവരാജ്യ പക്ഷക്കാരും സാത്താനിക പക്ഷക്കാരും തമ്മിലുള്ള യുദ്ധമാണ്. ഈ യുദ്ധം നമ്മളുടെ ഉള്ളിൽ തന്നെയുണ്ട്, നമുക്ക് പുറത്തുമുണ്ട്. ഏതൊരു യുദ്ധത്തിലും തോൽക്കാൻ സാധ്യതയുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. ഏറ്റവും ശക്തരും ശക്തിയില്ലാത്തവർ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ പോലും തോൽക്കാനുള്ള സാധ്യതയുണ്ട്. ഏതൊരു കളിക്കളത്തിലും ഏത് ടീമിന് വേണമെങ്കിലും തോൽക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഏതൊരു യുദ്ധത്തിലും തോൽക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ആത്മീയ യുദ്ധത്തിൽ അതില്ല. നാളുകൾക്ക് മുമ്പ് ശക്തമായ രാജ്യങ്ങളിലൊന്നായ അമേരിക്കയും വളരെ പാവപ്പെട്ട ഒരു രാജ്യമായ വിയറ്റ്നാമും തമ്മിൽ യുദ്ധം നടന്നു. 1-2 ദിവസമല്ല, നീണ്ട 18 വർഷക്കാലം. എല്ലാവരും കരുതി ശക്തമായ രാജ്യമായ അമേരിക്ക വിജയിക്കും, അപ്പുറത്ത് കിടക്കുന്ന പാവപ്പെട്ട രാജ്യമായ വിയറ്റ്നാം തോറ്റുപോകും. എന്നാൽ ചരിത്രം പറയുന്നത് മറിച്ചാണ്. വിയറ്റ്നാമാണ് ആ 18 വർഷത്തെ കഠിനമായ തുടർച്ചയായ യുദ്ധത്തിൽ വിജയിച്ചത് എന്നാണ്. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് പറഞ്ഞത് ഏതൊരു യുദ്ധത്തിലും തോൽക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ആത്മീയ യുദ്ധത്തിൽ വിജയത്തിനുള്ള ഉറപ്പാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത്. എന്തുകൊണ്ടാണ് വിജയം ഉറപ്പാണ് എന്ന് പറയുന്നത്? ഏതൊരു മനുഷ്യൻ്റെയും പരാജയമാണ് മരണം. മരണത്തിൻ്റെ മേൽ ആർക്കും വിജയമില്ല. മരിക്കുന്നതോടുകൂടി ലൈഫിൻ്റെ ഫുൾ സ്റ്റോപ്പാണ്. പിന്നെ മറിച്ച് ഒരു വാചകം പോലും ആ ജീവിതത്തിൽ എഴുതി ചേർക്കുക സാധാരണക്കാരന് സാധ്യമല്ല. എന്നാൽ ഒരു വിശ്വാസിക്ക് ഈ ജീവിതം ഒരു ഫുൾ സ്റ്റോപ്പ് മാത്രമല്ല, അല്ലെങ്കിൽ മരണമെന്ന് പറയുന്നത് ഒരു ഫുൾ സ്റ്റോപ്പ് മാത്രമല്ല, ഇനിയും എഴുതി ചേർക്കേണ്ട ഒരു ഭാവി കാലം കൂടി അവർക്കുണ്ട്. കാരണം എന്താണ്? മരണത്തെ തോൽപ്പിച്ച് ഉദ്ധാനം ചെയ്തൊരു കർത്താവാണ് നമ്മുടെ കർത്താവ് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത്, വി ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് വിക്ടറി, ബട്ട് വി ആർ ടോക്കിംഗ് ഫ്രം ദ വിക്ടറി സ്റ്റാൻഡ് എന്ന് പറയും. നമ്മൾ സംസാരിക്കുന്നത് ഒരു വിജയത്തെക്കുറിച്ചല്ല, മറിച്ച് വിജയിച്ച ക്രൂശിതനെ കുറിച്ചാണ്. വിജയിച്ചത് എങ്ങനെയാണ്? മരണത്തെ പോലും തോൽപ്പിച്ചുകൊണ്ട്, പിശാചിനെയും പാപത്തെയും തോൽപ്പിച്ചുകൊണ്ട് ഉദ്ധാനം ചെയ്തവൻ്റെ കൂട്ടത്തിലാണ് ഒരു ആത്മീയ ശുശ്രൂഷകൻ യുദ്ധം ചെയ്യുന്നത്. അതുകൊണ്ട് ആത്മീയ സമരം തീർച്ചയായും വിജയിക്കാനുള്ളതാണ്. എന്നാൽ നമ്മൾ ഓർക്കണം, ഏതൊരു സമരത്തിനിറങ്ങുമ്പോഴും ഏതൊരു യുദ്ധത്തിനിറങ്ങുമ്പോഴും മുറിവേൽക്കാൻ സാധ്യതയുണ്ട്. വിജയിക്കുന്ന പാർട്ടിയായിരുന്നാലും തോൽക്കുന്ന പാർട്ടിയായിരുന്നാലും ഏത് ഗ്രൂപ്പിൽപ്പെട്ടവരാണെങ്കിലും മുറിവേൽക്കാതെ ഒരു യുദ്ധക്കളത്തിൽ നിന്നും പുറത്തേക്ക് വരിക എളുപ്പമല്ല. ഇതുപോലെ തന്നെയാണ് വിശ്വാസി ആത്മാക്കളെ പിടിക്കാനുള്ള ആത്മീയ യുദ്ധത്തിൽ വ്യാപരിക്കുമ്പോഴും മുറിവേൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത്, ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാത്തവനെയും നിങ്ങൾ ഭയപ്പെടേണ്ടതായിട്ടില്ല. നിങ്ങൾക്ക് എതിരെ നിൽക്കുന്ന ശക്തികളെ നിങ്ങൾ ഭയപ്പെടേണ്ടതായിട്ടില്ല. 1 യോഹന്നാൻ 4:4, നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. വിജയം നിങ്ങൾക്ക് ഉറപ്പാണ്, പക്ഷേ മുറിവേൽക്കാനുള്ള സാധ്യതയുണ്ട്. ദൈവ ശുശ്രൂഷയിൽ വ്യാപരിക്കുന്ന എല്ലാ മനുഷ്യർക്കും അറിയാം, ഒട്ടേറെ മുറിവുകൾ ഏൽക്കുന്നുണ്ട്. സഹോദരങ്ങളെ, മുറിവേറ്റ കർത്താവ് നമ്മുടെ കൂട്ടത്തിലുണ്ട്. ചിലരെങ്കിലും യുദ്ധങ്ങളുടെ കഥകൾ വായിച്ച് കോരിത്തരിക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ, ഇതാ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഒട്ടേറെ വിശ്വാസികൾ മരിച്ചു, ഈ വാർത്ത വായിച്ചുകൊണ്ട് കോരിത്തരിക്കും. അല്ലെങ്കിൽ ഒരുപാട് റിമോട്ടായ
ഉൾപ്രദേശങ്ങളിലേക്ക്, ഗ്രാമീണമായ ദേശങ്ങളിലേക്ക്, മനുഷ്യരെ പോലും തിന്ന് ജീവിക്കുന്ന നരഭോജികളുടെ ഇടയിലേക്ക് സുവിശേഷവുമായി പോയി ഈ യുദ്ധത്തിൻ്റെ കഥകൾ വായിച്ചുകൊണ്ട് കോരിത്തരിക്കും. യുദ്ധത്തിൻ്റെ കഥകൾ വായിച്ച് കോരിത്തരിക്കാനുമല്ല ഒരു വിശ്വാസിയെ ദൈവം വിളിച്ചിരിക്കുന്നത്, മറിച്ച് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങാനാണ്. കാരണം വിജയം ഉറപ്പാക്കിയുള്ള ആ യുദ്ധത്തിൽ ഈ കാലയളവിൽ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ആയുസ്സിൽ ഇറങ്ങേണ്ടത് ഞാനും നിങ്ങളുമാണ്. ആത്മീയ ജീവിതം ഒരു യുദ്ധമാണ് എന്ന് ഹൃദയത്തിൽ എല്ലാ ദിവസവും നമ്മൾ സൂക്ഷിക്കണം, എല്ലാ നേരവും നമ്മൾ കാത്തു സൂക്ഷിക്കണം. ചിലരെങ്കിലും കരുതുന്നത് ഈ ആത്മീയ ജീവിതത്തിൽ, പ്രത്യേകിച്ചും ഇന്ന് സഭയ്ക്കെതിരെ ഒട്ടേറെ പ്രതിബന്ധങ്ങളും പ്രതിരോധങ്ങളും ഉണ്ടാകുന്ന കാലയളവിൽ സഭ നശിച്ചു പോയേക്കാമെന്നാണ്. സഹോദരങ്ങളെ ഓർക്കണം, സഭ ഒരിക്കലും നശിച്ചു പോവുകയില്ല. ഈ നൂറ്റാണ്ടുകളിൽ ഉണ്ടായതിനേക്കാൾ തീവ്രമായുള്ള മതപീഡനങ്ങൾ സഭയുടെ ആദിമ നൂറ്റാണ്ടുകളിൽ, പ്രത്യേകിച്ചും നീറോ ചക്രവർത്തിയുടെ കാലത്തുണ്ടായിട്ടുണ്ട്. ആദിമ നൂറ്റാണ്ടുകളിൽ സഭ പീഡിപ്പിക്കപ്പെട്ടിടത്തോളം ഇന്ന് സഭ പീഡിപ്പിക്കപ്പെടുന്നില്ല. അപ്പോൾ എത്ര കണ്ട് പീഡനങ്ങൾ ഉണ്ടായിരുന്നാലും ഈ യുദ്ധത്തിൽ ആത്മീയ വിശ്വാസത്തിൽ മുന്നേറുന്ന വ്യക്തി ജീവിക്കുക തന്നെ ചെയ്യും. 1862 വിശുദ്ധ ഡോൺ ബോസ്കോയ്ക്ക് സഭയെക്കുറിച്ചുള്ള വലിയ ഒരു സ്വപ്നം ഉണ്ടായി. സ്വപ്നം ഇതാണ്: സഭാ നൗക, സഭയാകുന്ന കപ്പലിൽ മുന്നോട്ട് പോകുന്നു. നടുക്കടലിൽ എത്തിയിരിക്കുന്ന സമയത്ത് ചെറിയ ബോട്ടുകൾ ആ നൗകയ്ക്ക് ചുറ്റും ഒരുമിച്ച് കൂടി. എന്നിട്ട് ഒട്ടേറെ ലിറ്ററേച്ചറുകൾ, എഴുത്തുകളും പ്രസിദ്ധീകരണങ്ങളും ആ വലിയ കപ്പലിലേക്ക് എറിഞ്ഞിടുന്നു. ചിലരാകട്ടെ തോക്കുകൾ വെച്ചുകൊണ്ട് ഈ കപ്പലിന് എതിരായി അവർ നിറയൊഴിക്കുന്നു. ചിലരാകട്ടെ ഒട്ടേറെ പഴിവാക്കുകൾ വിളിച്ചു പറയുന്നു. ചിലർ കാറിക്കൂവി ഈ വലിയ നൗകയിൽ യാത്ര ചെയ്യുന്നവരെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. കടൽ കുറേ മുന്നോട്ട് പോയി. കടൽ ഏതാനും ദൂരം മുന്നോട്ട് പോയി വീണ്ടും കുറേ കൂടി എത്തിക്കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് ഈ വലിയ നൗകയുടെ ചുറ്റുഭാഗങ്ങളിൽ പലയിടങ്ങളിലായി സുഷിരങ്ങൾ വന്നു. കാരണം ഇപ്പുറത്ത് നിന്ന് ചെറിയ കപ്പലുകളിൽ നിന്നും ബോട്ടുകളിൽ നിന്നുമൊക്കെ അയക്കുന്ന നിറയൊഴിച്ചത് വഴിയായി ഈ വലിയ നൗകയ്ക്ക് സുഷിരങ്ങൾ വന്ന് കപ്പൽ പതുക്കെ മുങ്ങിപ്പോകുമോ എന്നുള്ള അവസ്ഥയിലായി. അവസ്ഥയിലായപ്പോഴാണ് ഈ രണ്ട് കപ്പലിൻ്റെ ഇരുഭാഗങ്ങളിലായി രണ്ട് വലിയ സ്തൂപങ്ങൾ ഉയർന്നു വന്നു. ഒരു സ്തൂപം വളരെയധികം പ്രകാശിക്കുന്നു, രണ്ടാമത് നിൽക്കുന്ന സ്തൂപവും അതുപോലെ പ്രകാശിച്ച് നിൽക്കുന്നു. ഈ പ്രകാശത്തിൽ നിന്ന് വന്ന പ്രകാശത്തിൻ്റെ രശ്മികൾ ഇതാ കപ്പലിൻ്റെ സുഷിര ഭാഗങ്ങളിലേക്ക് വന്ന് കപ്പൽ സ്വാഭാവികമാകുന്നു, പഴയ രൂപത്തിലാകുന്നു. പിന്നീടാണ് പെട്ടെന്ന് ഡോൺ ബോസ്കോയ്ക്ക് മനസ്സിലാകുന്നത് ഈ ഒന്നാമത്തെ പ്രകാശം എന്ന് പറയുന്നത്, പ്രകാശ സ്തൂപം എന്ന് പറയുന്നത് ദിവ്യകാരുണ്യമാണെന്നും രണ്ടാമത്തെ പ്രകാശ സ്തൂപം എന്ന് പറയുന്നത് ദിവ്യകാരുണ്യത്തിന് നാഥയായ പരിശുദ്ധ മറിയം ആണെന്നുള്ളത്. മാത്രവുമല്ല, ഈ സ്തൂപങ്ങൾ ഉയർന്നു വന്നു കഴിഞ്ഞപ്പോൾ ചുറ്റുവട്ടത്തും ഉണ്ടായിരുന്ന ചെറിയ ബോട്ടിലും കപ്പലിലും ഉണ്ടായവർ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്യമായി യുദ്ധം ചെയ്തുകൊണ്ട് നശിച്ച് ആ കടലിൽ മുങ്ങിച്ചാകുന്നു. എന്താണത്? ഈ ആധുനികമായ നൂറ്റാണ്ടിൽ ഒട്ടേറെ ലിറ്ററേച്ചറിലൂടെ, മാധ്യമങ്ങളിലൂടെ സഭയെ നശിപ്പിക്കാനായി ഒട്ടേറെ കാര്യങ്ങൾ സഭയ്ക്കെതിരെ എറിയുന്നുണ്ട്. ചിലർ വളരെയധികം ഭീകരമായ പ്രസ്ഥാനങ്ങളിലൂടെ സഭയെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ അനുഗ്രഹീതമായ സ്വപ്നത്തിലൂടെ വിശുദ്ധനായ ഡോൺ ബോസ്കോ സഭയോടും ലോകത്തോടുമായിട്ട് വിളിച്ചു പറഞ്ഞത് എങ്ങനെയാണ്? എത്ര കണ്ട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നാലും വിജയം ഉറപ്പാക്കിയുള്ള യുദ്ധത്തിലാണ് വിശ്വാസികൾ ഉൾപ്പെട്ടിരിക്കുന്നത്. കാരണം മരണത്തെപ്പോലും തോൽപ്പിച്ചുകൊണ്ട് ഉത്ഥാനം ചെയ്ത ക്രിസ്തുവാണ് സഭാനൗകയുടെ മുമ്പിൽ കപ്പിത്താനായി ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഒരിക്കലും ഈ നൗക തകരുകയില്ല. ഇളകിയേക്കാം, കാറ്റിൽ ഉലഞ്ഞേക്കാം, മുങ്ങിപ്പോകുന്ന പാകത്തിലെത്തിയേക്കാം, വിപരീതമായ സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം, എങ്കിലും മുങ്ങിപ്പോവുകയില്ല. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വിശ്വാസിയുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ്. ആടി ഉലഞ്ഞേക്കാം, പ്രതിബന്ധങ്ങൾ ഉണ്ടായേക്കാം, മറ്റുള്ളവരുടെ ആക്രോശങ്ങൾ കൊണ്ട് തകർക്കപ്പെടുമെന്ന് തോന്നിയേക്കാം, ഇപ്പോൾ മുങ്ങി നശിച്ചു എന്ന് തോന്നിയേക്കാം. എങ്കിലും ഈ യുദ്ധം നമ്മൾ മനുഷ്യനെതിരെ നടത്തുന്ന യുദ്ധമല്ല, ശത്രുപക്ഷമായ തിന്മയ്ക്കെതിരെ നടത്തുന്ന യുദ്ധത്തിലാണ്
നമ്മൾ വ്യാപൃതരായിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒരിക്കലും മുങ്ങിപ്പോവുകയില്ല. നമ്മളെ പരിരക്ഷിക്കാൻ നമ്മുടെ കർത്താവ് നമ്മുടെ കൂട്ടത്തിലുണ്ട്. രണ്ടാമതായി ഒരു ദൈവ ശുശ്രൂഷകൻ സൂക്ഷിക്കേണ്ട കാര്യം, ലോകത്തിൻ്റെ സമരായുധങ്ങൾ അയാൾ ധരിക്കരുത്. ലോകത്തിൻ്റെ വെടിക്കോപ്പുകൾ, ലോകം നൽകുന്ന ആയുധങ്ങൾ അവൻ ധരിക്കരുത്. ലോകത്തിൻ്റെ മുഖങ്ങൾ വെച്ചുകൊണ്ട്, ലോകത്തിൻ്റെ ആയുധങ്ങൾ വെച്ചുകൊണ്ട് എന്ന് ആത്മീയ സമരത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടോ അന്നൊക്കെ സഭ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. എന്ന് സഭയും വ്യക്തികളും ലോകത്തിൻ്റെ സമരായുധങ്ങൾ ഒരുക്കുന്നുവോ അന്ന് നമ്മൾ തകർക്കപ്പെടും. ഒരു വിശ്വാസി വിശ്വാസപൂർവമായിരിക്കണം അവൻ്റെ ആത്മീയ സമരത്തിൽ മുന്നോട്ട് പോകേണ്ടത്. മൂന്നാമതായി, ദൈവരാജ്യത്തിന് വേണ്ടി സ്വപ്നം കാണുന്ന വ്യക്തിയായിരിക്കണം ഒരു ദൈവ ശുശ്രൂഷകൻ. ദൈവരാജ്യത്തിന് വേണ്ടി ഉന്നതമായ സ്വപ്നം കാണണം എന്ന് പറഞ്ഞാൽ എന്താണ്? പഴയ നിയമത്തിൽ ദാവീദ് രാജാവിനെ ബൈബിൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ദാവീദ് ജെസയുടെ 8 മക്കളിൽ ഏറ്റവും ഇളയവനാണ്. പ്രത്യേകമായി കഴിവൊന്നുമില്ലാത്തതുകൊണ്ട് ആടുകളെ മേയ്ക്കാൻ പറഞ്ഞു വിട്ടവനാണ്. ജ്യേഷ്ഠ സഹോദരങ്ങൾക്ക് അവർ യുദ്ധമുഖത്തിലാണ്. അവർ ഫിലിസ്തീർക്കെതിരെ യുദ്ധം നടത്തുന്ന സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടതാണ് ഈ ദാവീദിനെ. ദാവീദ് അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് ഇവർ ആകെ പേടിച്ച് നിൽക്കുകയാണ്. ഫിലിസ്തീനയുടെ നേതാവായ ഗോലിയാത്ത് വലിയ തടിച്ച ശരീരവുമായി രാക്ഷസനെ പോലെ നിൽക്കുന്ന നേരത്ത് ഇവർക്ക് യുദ്ധക്കോപ്പുകളൊന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഇവരാകെ തളർന്നു നിൽക്കുകയാണ്. പാവപ്പെട്ട ദാവീദ് അവൻ സ്വപ്നം കാണാൻ തുടങ്ങി. അവൻ കണ്ട സ്വപ്നം എങ്ങനെയാണ്? ഞാൻ ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സിംഹമോ കരടിയോ പുലിയോ വന്ന് ആടുകളെ തിന്നുന്ന സമയത്ത് അവയെ ഞാൻ എറിഞ്ഞ് നശിപ്പിക്കാറുണ്ട്. എൻ്റെ കവണയിൽ കല്ല് വെച്ച് ഞാൻ അവയ്ക്കെതിരെ എയ്തുകൊണ്ട് അവയെ നശിപ്പിക്കാറുണ്ട്. അന്ന് ഞാൻ സിംഹത്തെ കൊന്നെങ്കിൽ, അന്ന് ഞാൻ കരടിയെ കൊന്നെങ്കിൽ, ഇന്ന് ഞാൻ ഫിലിസ്തീനയുടെ നേതാവായ ഗോലിയാത്തിനെ നശിപ്പിക്കും. അവൻ സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടത് ഇങ്ങനെയാണ്: ആദ്യം ഞാൻ സിംഹത്തെ കൊന്നു, രണ്ടാമത് ഞാൻ കരടിയെ കൊന്നു, 3 ഞാൻ ഗോലിയാത്തിനെ കൊല്ലും. അവൻ സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവം അവൻ അതിനാവശ്യമായ മുഴുവൻ ഒരുക്കങ്ങളും സംവിധാനങ്ങളും ചെയ്തു കൊടുത്തു. അവൻ ശക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി അവൻ്റെ കയ്യിലുണ്ടായ 5 കല്ലുകളിൽ 1 കവണയിലെടുത്ത് ഈ രാക്ഷസനായി നിലകൊള്ളുന്ന ഗോലിയാത്തിനെതിരെ എയ്തു. സഹോദരങ്ങളെ, സ്വപ്നം ദൈവരാജ്യത്തിന് വേണ്ടി കണ്ടാൽ ആത്മാക്കളെ കൊയ്തെടുക്കുക എളുപ്പമാണ്. കാരണം ഒരു വിശ്വാസി, പ്രത്യേകിച്ചും ആത്മീയ സമരത്തിൽ മുന്നേറുന്നൊരു വിശ്വാസി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യുദ്ധം ചെയ്യുന്നത് ലോകത്തിൻ്റെ ശക്തിക്കെതിരായിട്ടല്ല, ലോകത്തിലെ വ്യക്തികൾക്കെതിരായിട്ടല്ല, ലോകത്തിലെ സംവിധാനങ്ങൾക്കെതിരായിട്ടല്ല, മറിച്ച് തിന്മയുടെ അരാജകത്വ ശക്തിക്കെതിരായിട്ടാണ്. അതുകൊണ്ട് ദൈവ ശുശ്രൂഷകൻ എന്നും ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി സ്വപ്നങ്ങൾ കാണണം. മാത്രവുമല്ല, ലോകത്തിൽ വിപരീതമായ കാര്യങ്ങൾ, പ്രത്യേകിച്ചും തിന്മയുടെ കാര്യങ്ങൾ ആവർത്തിക്കപ്പെടുന്ന സമയത്ത് ഒരു ദൈവ ശുശ്രൂഷകൻ അനുഗ്രഹീതമായ സ്വപ്നങ്ങൾ കാണണം, പ്രത്യാശയോടെ സ്വപ്നങ്ങൾ കാണണം. അവൻ കാണേണ്ടത് ഇങ്ങനെയാണ്: ഈ സംവിധാനങ്ങൾ മുഴുവൻ മാറും. ഈ സംവിധാനങ്ങൾക്കെല്ലാം അപ്പുറം ദൈവത്തിൻ്റെ ഒരു ഗ്ലോറി, ദൈവത്തിൻ്റെ ഒരു മഹത്വം കടന്നു വരും. വീണ്ടും വിശ്വാസികളെല്ലാം ഒരു ഇടയൻ്റെ കീഴിൽ അണിനിരക്കുന്ന നാളുകൾ ഉണ്ടായിരിക്കും. ഇന്ന് ലോകത്തിൽ ഒട്ടേറെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും സമാധാനത്തിൻ്റെ ദൈവം ഈ ജനതയെ സമാധാന രാജാവിലേക്ക് തന്നെ വഴി നടത്തും. റോമർ 16:20 ആവർത്തിച്ച് അവൻ ഇങ്ങനെ പറയണം: സമാധാനത്തിൻ്റെ ദൈവം പിശാചിനെ ചവിട്ടി മെതിച്ച് നമ്മുടെ കാൽ കീഴിലാക്കും. ദൈവ ശുശ്രൂഷകൻ ഇടയ്ക്കിടെ ഇത്തരം ഉത്തേജിപ്പിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന വിശ്വാസത്തിൻ്റെ വചനങ്ങൾ ഏറ്റുപറഞ്ഞ് ശക്തി പ്രാപിക്കണം. മത്തായിയുടെ സുവിശേഷം 16:18 നരകത്തിൻ്റെ യാതൊരു ചെയ്തികളും നിനക്കെതിരെ പ്രബലപ്പെടുകയില്ല. നരകത്തിൻ്റെ ചെയ്തികൾ നിനക്കെതിരെ പ്രബലപ്പെടുകയില്ല. കാരണം ഒരിക്കലും തകർക്കപ്പെടാത്ത പത്രോസിൻ്റെ പാറയിൽ പണിയപ്പെട്ടിരിക്കുന്നതാണ് നിങ്ങൾ. ഈ വാക്കുകൾ ഏറ്റുപറഞ്ഞ് ഒരു വിശ്വാസി ബലം പ്രാപിക്കണം. ഞാൻ പറഞ്ഞത്, സഹോദരങ്ങളെ, ഒരു ദൈവ ശുശ്രൂഷകൻ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളെങ്കിലും ഉള്ളിൽ സൂക്ഷിക്കണം. 1, അവൻ നിരന്തരം
ആത്മീയമായ ഒരു യുദ്ധത്തിലാണ്. രണ്ടാമതായി, ഒരിക്കലും ലോകത്തിൻ്റെ സമരായുധങ്ങൾ ഈ യുദ്ധത്തിൽ നമ്മൾ ഉപയോഗിക്കരുത്. മൂന്നാമതായി, ദൈവരാജ്യത്തിന് വേണ്ടി ഉന്നതമായ സ്വപ്നങ്ങൾ കാണണം. ഞാൻ ഓർക്കുന്നു, നാളുകൾക്ക് മുമ്പ് കറുകുറ്റി ആശ്രമത്തിൽ, ഒരു പഴയ CMI ആശ്രമമാണ്, ആ ആശ്രമത്തിൽ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഏതാനും പേര് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് ഇങ്ങനെ ഉയർന്നു പൊങ്ങുന്നത് കാണാം. ഉയർന്നു പൊങ്ങുന്ന കാണുന്ന നേരത്ത് ഞാൻ ഇങ്ങനെ ഓർക്കും, ദൈവമേ, അത്തരം ഫ്ലൈറ്റിൽ കയറി എവിടെയെങ്കിലുമൊക്കെ പോയി സുവിശേഷം പറയാനുള്ള അവസരം ഉണ്ടാകുമോ? കാരണം അന്നുള്ള ഗുരുശ്രേഷ്ഠന്മാർ പറഞ്ഞതനുസരിച്ച് ലോകത്തിലെ വിവിധങ്ങളായ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവർ മൈക്കിലൂടെ പ്രാർത്ഥിക്കുന്നത് കേട്ടാണ് പിന്നീട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ന്യൂയോർക്കിനെ അനുഗ്രഹിക്കണമേ, ലണ്ടനെ അനുഗ്രഹിക്കണമെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും. എവിടെയാണ് ന്യൂയോർക്കെന്നോ എവിടെയാണ് ലണ്ടനെന്നോ നമുക്കൊന്നും പിടിയില്ല. കേരളം മാത്രമേ നമുക്കറിയൂ. സഹോദരങ്ങളെ, നാളുകൾ കഴിഞ്ഞപ്പോൾ നെടുമ്പാശ്ശേരിയിലൂടെ പറക്കുന്ന അതേ ഫ്ലൈറ്റിൽ തന്നെ അതുപോലുള്ള 100 കണക്കിന് ഫ്ലൈറ്റിൽ പോയി ദൈവ ശുശ്രൂഷ ചെയ്യാൻ ഞങ്ങൾക്ക് അവസരം കിട്ടി. ഞാൻ ഓർക്കുന്നു, എപ്പോഴും ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ സ്വപ്നങ്ങൾ കണ്ടാൽ, രാജ്യങ്ങളെ കീഴടക്കാൻ സ്വപ്നങ്ങൾ കണ്ടാൽ, വിവിധങ്ങളായ സമൂഹങ്ങളെ സ്വപ്നം കണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ ദൈവ ശുശ്രൂഷകരെ ആ ദേശത്തേക്ക് കൊണ്ടുപോകും. നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം, കർത്താവെ, അനുഗ്രഹീതനായ ഒരു ദൈവ ശുശ്രൂഷകയാക്കി എന്നെ മാറ്റണമേ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഉപാസന പിതാവേ ആരാധന, സ്നേഹസ്വരൂപ ആരാധന, സ്വർലോകത്തിൻ രാജാവാകും സർവേശനാഥ ആരാധന, സ്നേഹതാത ദൈവപുത്ര പാവനാത്മാ ആരാധന, സ്നേഹതാത ദൈവപുത്ര പാവനാത്മാ ആരാധന, ആബാ പിതാവേ ആരാധന, സ്നേഹസ്വരൂപ ആരാധന, സ്വർലോകത്തിൻ രാജാവാകും സർവേശനാഥ ആരാധന, സ്നേഹതാത ദൈവപുത്ര പാവനാത്മാ ആരാധന, സ്നേഹതാത ദൈവപുത്ര പാവനാത്മാ ആരാധന. ഓ ഞങ്ങളുടെ കർത്താവും ദൈവവുമായ യേശുവിനെ, ഒരൊറ്റ സമൂഹമായി ഞങ്ങൾ ഒന്നു ചേർന്ന് ഈ സമയം മഹത്വപ്പെടുത്തുന്നു. ഓ കർത്താവായ യേശുവേ, നീ ഞങ്ങളുടെ വീണ്ടെടുപ്പിൻ്റെ കാരണമാണ് എന്ന തിരിച്ചറിവാണ് ലോകത്തിൻ്റെ 7 വൻ കരകളിലേക്കും പോയിക്കൊണ്ട് സുവിശേഷം പ്രസംഗിക്കുവാൻ അപ്പസ്തോല ഗണത്തെയും സഭയിലെ വിശുദ്ധരും അനുഗ്രഹീതരുമായ ശുശ്രൂഷകരെയും അവിടുന്ന് അനുവദിച്ചത്. കർത്താവെ, ഞങ്ങൾ തിരിച്ചറിയുന്നു, ഞങ്ങൾ ഈ വിശുദ്ധമായ ആരാധനയിൽ പങ്കുപറ്റുന്ന ഈ സമയത്ത് പോലും കടുത്ത ശൈത്യത്തിലും കടുത്ത ചൂടിലുമായി ദൈവ ശുശ്രൂഷ ചെയ്യുന്ന ഒരുപാട് ദൈവമക്കളുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. പൗലോസ് അപ്പസ്തോലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1:12 ഇങ്ങനെ പൗലോസ് പറഞ്ഞു,
എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഞാൻ മാറ്റും എന്ന്. ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി മാറ്റുക. ഒരുപക്ഷെ ഞങ്ങൾക്കെല്ലാവർക്കും പ്രസംഗിക്കാൻ കഴിയില്ല, ഞങ്ങൾക്കെല്ലാവർക്കും ഗാനങ്ങൾ ആലപിക്കാൻ കഴിയില്ല, ഞങ്ങൾക്കെല്ലാവർക്കും ആരാധനകൾക്ക് നേതൃത്വം വഹിക്കാൻ കഴിയില്ല. പക്ഷെ ഞങ്ങൾക്കെല്ലാവർക്കും കഴിയുന്ന ഒന്നുണ്ട്. കർത്താവേ, ജീവിതത്തിലുള്ള ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി സമർപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയും. സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി കിടപ്പ് രോഗിയായ ഒരു സ്ത്രീക്ക് അവരുടെ രോഗത്തെ കൊടുക്കാൻ കഴിയും. വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച രോഗിക്ക് ആ രോഗം സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി കൊടുക്കാൻ കഴിയും. അങ്ങനെയല്ലേ വിശുദ്ധാത്മാക്കൾ അവരുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തിയത്? വർഷങ്ങളോളം കിടപ്പറയിൽ കിടന്നുകൊണ്ട് ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചില്ലേ? അവരുടെ വേദനകളും സഹനങ്ങളും എല്ലാം അർപ്പിച്ചില്ലേ? ഓ ദിവ്യകാരുണ്യ യേശുവേ, സകലതും അങ്ങയെ പ്രതി ചെയ്യുവാനുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണമേ. സകലതും രോഗവും സൗഖ്യവും അങ്ങയെ പ്രതി, സന്തോഷവും ദുഃഖവും അങ്ങയെ പ്രതി, തകർച്ചയും ഉയർച്ചയും അങ്ങയെ പ്രതി, വിജയവും പരാജയവും അങ്ങയെ പ്രതി ഏറ്റെടുക്കുവാനും സമർപ്പിക്കാനുമുള്ള കൃപ ഓ ദിവ്യകാരുണ്യമേ ഞങ്ങൾക്ക് തരണമേ എന്ന് സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിക്കുന്നു ഞാൻ ഈശോയെ പ്രതി, സ്നേഹിക്കുന്നു ഞാൻ ഈശോയെ പ്രതി, ജീവിക്കുന്നു ഞാൻ ഈശോയെ പ്രതി, സ്നേഹിക്കുന്നു ഞാൻ ഈശോയെ പ്രതി. അമ്മ മറന്നാലും എന്നെ മറക്കാത്ത നിത്യസ്നേഹമാ എന്നീശോയെ പ്രതി. അമ്മ മറന്നാലും എന്നെ മറക്കാത്ത നിത്യസ്നേഹമാ എന്നീശോയെ പ്രതി. കരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് വാർദ്ധക്യത്തിന്റെ നൊമ്പരത്തിൽ കഴിയുന്നവർ പറയട്ടെ, ഈ ജീവിതം ഈശോയ്ക്ക് വേണ്ടിയാണ്, ഈശോയെ പ്രതിയാണ്. തനിയെ ഏകാന്തതയുടെ തടവറയിൽ കഴിയുന്നവർ പറയട്ടെ, എൻ്റെ ജീവിതം ഈശോയെ പ്രതി, യേശുവിന് വേണ്ടി, കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നുവെന്ന്. ആശുപത്രിയിലായിരിക്കുന്നവർ പറയട്ടെ, അതെ, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം സുവിശേഷത്തിന് വേണ്ടിയാണ്. വഴിവക്കിൽ ഉപേക്ഷിക്കപ്പെട്ടവർ പറയട്ടെ, എൻ്റെ ജീവിതം യേശുവിനെ പ്രതിയാണ്. പഠിക്കുന്നവരും വിജയിക്കുന്നവരും പരാജയപ്പെടുന്നവരും ഒരുപോലെ പറയട്ടെ, എൻ്റെ ജീവിതം യേശുവിന് വേണ്ടിയും യേശുവിനെ പ്രതിയുമാണ്. സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി സകലതും മാറ്റുവാൻ ഓ ദൈവജനത്തെ ബലപ്പെടുത്തണമേ കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ പ്രതി, ഈശോയെ പ്രതി, ഈശോയെ പ്രതി, ഈശോയെ പ്രതി, ഈശോയെ പ്രതി, എല്ലാം ഈശോയെ പ്രതി, ഈശോയെ പ്രതി, എല്ലാം ഈശോയെ പ്രതി. ഈശോയെ പ്രതി രോഗങ്ങൾ ഏറ്റെടുത്ത മിഷണറിമാരെ സ്നേഹത്തോടെ ഞങ്ങൾ ഓർക്കുന്നു. ഈശോയെ പ്രതി അവരുടെ ജീവിതം ഉപേക്ഷിക്കപ്പെടേണ്ടി വന്ന സാഹചര്യത്തിൽ പോലും ജീവിതത്തെ കർത്താവിന് വേണ്ടി അർപ്പിച്ച അനുഗ്രഹീതരായ ശുശ്രൂഷകരെ സ്നേഹത്തോടെ ഞങ്ങൾ ഓർക്കുന്നു. വാളിന്റെ മുനയിൽ പോലും വിശ്വാസത്തെ കൈവിടാതെ നിലകൊണ്ട രക്തസാക്ഷികളെ സ്നേഹത്തോടെ ഞങ്ങൾ ഓർക്കുന്നു. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്ത്യാനികളെ ഞങ്ങൾ സ്നേഹത്തോടെ ഓർക്കുന്നു. ഓ സകലതും യേശുവിനെ പ്രതി ഏറ്റെടുത്ത വിശ്വാസി സമൂഹത്തോട് കൂട്ടുചേർന്ന് ഞങ്ങളും പറയുന്നു, കർത്താവേ, ഓ സകലതും എൻ്റെ യേശുവിനെ പ്രതിയാണെന്ന്. ഈശോയെ പ്രതി, ഈശോയെ പ്രതി, ഈശോയെ പ്രതി, ഈശോയെ പ്രതി, ഈശോയെ പ്രതി, എല്ലാം ഈശോയെ പ്രതി, ഈശോയെ പ്രതി, എല്ലാം ഈശോയെ പ്രതി.